നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കാർ വാങ്ങുമ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ഏതിനൊക്കെയാണ് നമ്മൾ മാക്സിമം എംഫസിസ് കൊടുക്കുക. ഈ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ, പോളിമർ കോട്ടിങ്, സെറാമിക് കോട്ടിങ്, അലോയ് വീല്, അങ്ങനെ ആ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ആണ്. പക്ഷെ നമുക്ക് പൊതുവെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രിൻസിപ്പിൾ ആണല്ലോ, എക്സ്പെക്ട് ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സിൽ അല്ലെങ്കിൽ ആക്സസറീസിൽ ഏതിനാണ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അപ്പോൾ അതിന് എൻ്റെ ആൻസർ നിങ്ങൾക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നു, അത് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. भाई दीदी गाड़ी टकराई भी नहीं है। गाड़ी बिना टकराए हम लोग रास्ते में गिर जाएंगे। मैं आपको वीडियो दिखा दूं। मैं നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ? അപ്പോൾ ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആളുടെ ദേഹത്ത് ആ ഹെൽമെറ്റ് ക്യാം ഉണ്ടായിരുന്ന കാരണമാണ് അയാൾ ഇന്നസെൻ്റ് ആണെന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയത്. അതല്ലായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ലേഡീസും കൂടി ആകുമ്പോൾ ജനങ്ങൾ കുറച്ച് പേരെങ്കിലും ആ സൈഡിൽ നിൽക്കുമ്പോൾ ഈ ആളുടെ ഭാഗത്ത് കുറ്റം വന്നേനെ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ പെർട്ടിക്കുലർ പേഴ്സണെ സേവ് ചെയ്തത് ഹെൽമെറ്റ് ക്യാമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോകുന്ന ഡാഷ് ക്യാമിനാണ്. അപ്പോൾ ഹെൽമെറ്റ് ക്യാം ഇപ്പോൾ നിരോധിച്ചതിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു വീഡിയോ ഉള്ള കാരണം, ഹെൽമെറ്റ് ക്യാം ഉള്ള കാരണം ഈ പെർട്ടിക്കുലർ ബൈക്ക് ഡ്രൈവ് ചെയ്തിരുന്ന പേഴ്സൺ എന്തുമാത്രം സേഫായി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലെയിം സ്വാഭാവികമായിട്ട് ലേഡീസും കൂടി ആയ സ്ഥിതിക്ക് ഇനി വണ്ടി ഓടിക്കുന്ന ചെറിയൊരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു ഫ്രീക്കനോ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി പെട്ടെന്ന് കൺക്ലൂഷൻസിലേക്ക് ജമ്പ് ചെയ്യും. അതിൽ നിന്നാണല്ലോ സേവ് ചെയ്യണത്. നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മളുടെ ഫോൾട്ട് കൊണ്ട് അല്ലാതെ മറ്റുള്ളവരെ ഫോൾട്ട് കൊണ്ട് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർവൽസ് അവരുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണിക്കുന്ന പോലെ ടൈം മെഷീൻ വെച്ച് പോയി നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള സംവിധാനം, അത്രയും ശാസ്ത്രം ഇപ്പോൾ പുരോഗമിച്ചിട്ടില്ലല്ലോ. അപ്പം അത് കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഭാഗം സേഫാണ്, നമ്മളുടെ ഭാഗം ക്ലീനാണ്, നമുക്ക് ഫോൾട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് ഡാഷ് ക്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോക്കസ് ഐറിസ് എന്ന് പറയുന്ന ഡാഷ് ക്യാമാണ്. ആമസോണിലുണ്ട്. അന്ന് ഞാൻ വാങ്ങുമ്പോൾ നിയർലി 1 ഇയർ ആയിട്ടുണ്ട് വാങ്ങിയിട്ട്, 1 ഇയറിന് മീതെ ആയിട്ടുണ്ട്. അന്ന് വാങ്ങുമ്പോൾ ഇതിന് 2250 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 2750 രൂപയുടെ അടുത്താണ്. അപ്പോൾ ആ ഡാഷ് ക്യാമിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയണത്, ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു സക്ഷൻ കപ്പാണ് ഇതിന് ഉള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഊരി വീണ്ടും അഗെയിൻ ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാവുന്ന സക്ഷൻ കപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് നല്ല വെയിലത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ വണ്ടി കിടന്നിട്ട് പോലും ഇത് ഇളകി പോന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സക്ഷൻ നീറ്റാണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. അത്യാവശ്യം കുസ്തി പിടിച്ചാലും അതായത് പെട്ടെന്നൊരു കുഴിയിൽ ചാടിയ ക്യാമറ തെറിച്ച് പോരുമൊന്നുമില്ല. അപ്പോൾ അത് ആദ്യം അതിൻ്റെ ഫിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ. രണ്ടാമത് ഇതിൻ്റെ പവർ സപ്ലൈയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിനി USB കേബിളാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു മൊബൈൽ ചാർജറിൽ വളരെ സിമ്പിളായിട്ട് കുത്താവുന്നതാണ്. ഇതിൽ ഞാൻ ഈ ചാർജറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോർട്ടിൽ ഞാൻ മൊബൈൽ കണക്ട് ചെയ്തിട്ട് അല്ലാതെ സാധാരണ പോർട്ടിൽ ഇതിൻ്റെ ഈ USB കേബിൾ, മിനി USB കേബിളാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുവഴിയാണ് ഇതിലേക്ക് പവർ സപ്ലൈ പോണത്. നമ്മൾ ചാവി ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ബൂട്ടായി സ്റ്റാർട്ടായി വരുന്നതാണ്. കണ്ടല്ലോ. ഇനി മൂന്നാമത് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് വരാൻ പോകുന്നത്. ഈ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ 1080p ഫുൾ HD സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 720p സാധാരണ. അതാകുമ്പോൾ മെമ്മറി അത്ര ഹൈ ആയിട്ട് പോവില്ല. അപ്പോൾ ഞാൻ 720p ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്ക് അടിച്ചു. സൈക്ലിക് റെക്കോർഡ്. ഈ സൈക്ലിക് റെക്കോർഡിലാണ് ഇതിൽ ലൂപ്പ് വീഡിയോകളായിട്ടാണ് റെക്കോർഡ് ചെയ്യുക. അതായത് സൈക്ലിക് റെക്കോർഡിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൻ്റെ ലൂപ്പ് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം, 10 മിനിറ്റിൻ്റെ ലൂപ്പ് വീഡിയോ ആയിട്ട്, 20 മിനിറ്റിൻ്റെ. ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് 20 മിനിറ്റ് ആണ്. അതായത് 20 മിനിറ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ വീഡിയോ മെമ്മറി കാർഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് തുടങ്ങും.
അപ്പം രണ്ടാമത് നമ്മൾ ആ സൈക്ലിക് റെക്കോർഡിനെ പറ്റി പറഞ്ഞു. ദെൻ ഇ വി എന്താണ് നോക്കട്ടെ. വാവ്, ഇ വി എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാനത് അത്ര കാര്യമായിട്ട് അതിന് സ്ട്രെസ് ചെയ്തിട്ടില്ല. ദെൻ മോഷൻ ഡിറ്റക്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കിയിട്ടാണ് ചെയ്തത്. കാരണം വണ്ടി സഡനായിട്ട് കുലുങ്ങി കഴിഞ്ഞാൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് മെമ്മറി കാർഡിൽ ഡിലീറ്റ് ആവാതെ ലൂപ്പ് വന്നാലും അതിനെ ഇറേസ് ചെയ്യാത്ത ലെവലിൽ ആണ് വരിക. 1. 2, നമ്മളുടെ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോഴേക്കും ഇത് ആക്ടിവേറ്റ് ആയിട്ട് ആ വീഡിയോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ റോഡിൽ അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത് മോഷൻ ഡിറ്റക്ഷനെ പറ്റി പറഞ്ഞത്. ദെൻ മൂന്നാമത് പാർക്കിംഗ് വേക്ക്, അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ആ പാർക്കിംഗ് വേക്കിന് പിന്നെ ഞാൻ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഇതിൻ്റെ സ്പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് സാധാരണ പോലെ പോയി. അങ്ങനത്തെ ഒരു ടൈമിൽ വണ്ടിയും എന്തെങ്കിലും വന്ന് തട്ടുകയോ വേറെ ആരെങ്കിലും റിവേഴ്സ് എടുക്കുമ്പോൾ വന്ന് തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻസിറ്റിവിറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മെമ്മറി കാർഡിൽ കിടന്നോളും. അപ്പം നമുക്ക് വണ്ടി തട്ടി അത് മനസ്സിലായി, ഒരു സ്ക്രാച്ചോ പാച്ചോ കണ്ടു, നമുക്ക് വന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കിയാൽ തട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആയി. നമ്മൾ ചാവി ഇടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററിയിൽ നിന്ന് അത് റെക്കോർഡ് ആയി, അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മുടെ മെമ്മറി കാർഡിൽ കിടക്കും. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാൻ പറ്റും. അതിനാണ് ഈ പാർക്കിംഗ് വെയ്ക്ക് എന്നുള്ള സംവിധാനം ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ഇത് ഇങ്ങനെ നിങ്ങൾ റണ്ണിങ്ങിൽ ഒരു വീഡിയോ എടുക്കുകയാണെന്ന് നിൽക്കുക. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിക്കാൻ സൗകര്യത്തിന് പിടിച്ചു എന്നുള്ളൂ. ശരിക്കും ഇവിടെ ഈ പ്രോപ്പർ സ്റ്റാൻഡുമേ ഇങ്ങനെയാണല്ലോ ക്യാമറ ഇരിക്കുക. ഇങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി കീ ഇട്ട് വണ്ടി കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ആകുമ്പോഴേക്കും വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിക്കോളും മെമ്മറി കാർഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, മുമ്പിലെ വണ്ടിയിൽ ഒന്ന് സ്ക്രാച്ച് ആയെന്ന് ചെറിയൊരു സംശയം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു, അത് സേവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈയെത്തിച്ച് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കീ സിമ്പിൾ വന്നത് കണ്ടില്ലേ, ആ വീഡിയോ പ്രൊട്ടക്റ്റഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവില്ല. ഇനി നിങ്ങൾക്ക് ആ വീഡിയോ അത്ര മതി. ഇതിപ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ ലൂപ്പ് വീഡിയോ ആണല്ലോ കയറുക. 20 മിനിറ്റ് ഒന്നും ഷൂട്ട് ചെയ്യണമെന്നില്ല. ഒരു 5ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ആ ഇൻസിഡൻറ്റ് കണ്ടു, സേവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചുവന്ന കളറിൽ 1:21 കാണിക്കുന്നില്ലേ മുകളിൽ ടോപ്പ് റൈറ്റിൽ, അത് അവസാനിക്കണം നോക്കിക്കോളൂ കേട്ടോ. ടിങ്, ആ വീഡിയോ കഴിഞ്ഞു, ആ വീഡിയോ സേവ് ആയി. ഇനി വീണ്ടും അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി ഓഫ് ചെയ്ത് കാരണം അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കലി ലൂപ്പായി സ്റ്റാർട്ട് ആവില്ല. അപ്പം നമ്മൾ വീണ്ടും ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് എന്തത് കയ്യുറക്കാത്തത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വീഡിയോ സ്റ്റാർട്ടായി. സിമ്പിളാണ്. ഇതും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ എമ്മിൽ പ്രസ് ചെയ്താൽ കണ്ടോ കീ സിമ്പിൾ വന്നതുണ്ടോ. അപ്പോൾ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആയി മെമ്മറി കാർഡിൽ പോയി കിടന്നോളും, അത് തനിയെ ഡിലീറ്റ് ആവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ എടുത്ത വീഡിയോസിനെ നമുക്ക് എങ്ങനെ കാണാം, എങ്ങനെ അത് അൺപ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെ അത് വെറുതെ ഇല്ലാതെ ഡിലീറ്റ് ചെയ്യാന്നാണ് നമ്മൾ കാണാൻ പോണത്. ദെൻ എടുത്ത വീഡിയോസ് കാണാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ എം തന്നെ ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത വീഡിയോസ് കാണാം. കണ്ടോ, ഇതിൽ ആ കീ സിമ്പിൾ കണ്ടത് പ്രൊട്ടക്റ്റഡ് ആണ്, ഇത് കീ സിമ്പിൾ ഉണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, ഇതിന് കീ സിമ്പിൾ ഉണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി സൗകര്യത്തിന് ഷൂട്ട് ചെയ്തതാണ്. ഇതിന് കണ്ടോ കീ സിമ്പിൾ ഇല്ല. നമ്മളിത് പ്ലേ ചെയ്യാൻ പോണ്. ജസ്റ്റ് വീണ്ടും ആ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ അത് പ്ലേ ആവും. കണ്ടോ, അപ്പം ഇത് ഞാനിന് ഈ പ്ലേ ചെയ്യുന്ന ഈ സെയിം വീഡിയോ ഞാൻ മെമ്മറി കാർഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. 720p ക്വാളിറ്റിയിലാണ് ഇത് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഈ ക്യാമറയുടെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വളരെ ഒരു അൺസൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആവുകൊണ്ട് അതിൽ വലിയ നിലവാരം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഈ സെയിം വീഡിയോ ഞാൻ മെമ്മറി കാർഡിൽ നിന്ന് ഈ വീഡിയോൻ്റെ ഒപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഈ വീഡിയോൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നൈറ്റിലുള്ള വീഡിയോ സാമാന്യം ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അൾട്രാ HD ഒന്നല്ല, കാരണം 720pയിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ദെൻ അതിനുശേഷം ഡേ ടൈമിലും ഇത് റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാവുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ മുഴുവനായിട്ട് കിട്ടും. ഇത് വീടിൻ്റെ പരിസരത്തായ കാരണം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ നൈറ്റും കുഴപ്പമില്ല, ഡേയും തിരക്കടൊന്നുമില്ല. ഇനി നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യണം നിൽക്കുക. ജസ്റ്റ് അത് നമ്മൾ പോസ് ചെയ്തു, ഈ ബട്ടൺ പ്രസ് ചെയ്തു, ഡിലീറ്റ് ഓപ്ഷൻ കണ്ടുല്ലോ, അവിടെ വീണ്ടും പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അതല്ല, നമ്മൾ പ്രൊട്ടക്ട് ചെയ്തൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം നിൽക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് മുൻപുള്ള ഈ വീഡിയോ പ്രൊട്ടക്റ്റഡ് അല്ലേ, അപ്പം നമ്മൾ ഓപ്ഷൻസ് എടുത്തു, അൺലോക്ക് എടുത്തു, എന്നിട്ട് വീണ്ടും പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ
അൺലോക്ക് ചെയ്യണമെന്ന് വീണ്ടും ചോദിച്ചു. നമ്മൾ അൺലോക്ക് ചെയ്തു. സക്സസ്ഫുൾ ഓപ്പറേഷൻ. ദെൻ നമ്മൾ മുകളിലേക്ക് പോന്നു. എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഡിലീറ്റ് ചെയ്തോളാൻ പറഞ്ഞു. സക്സസ്ഫുൾ ഓപ്പറേഷൻ ഡിലീറ്റ് ആയി. അങ്ങനെ നമുക്ക് എല്ലാം അൺലോക്ക് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്താൽ വീണ്ടും മെമ്മറി കാർഡ് ഫ്രഷ് ആയിട്ട് ബിഗിൻ ചെയ്തു. പക്ഷെ നമ്മൾ ഓരോ തവണയും വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ചാവി ഇട്ട് പവർ വരുമ്പോഴേക്കും വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങും. അത് നമ്മൾ മാനുവലി ഓഫ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മാനുവലി പവർ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ 20 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് അതിന് മുമ്പത്തെ വീഡിയോ മെമ്മറി കാർഡിൻ്റെ ഉള്ളിലേക്ക് പോയി അതിനുശേഷം ആണ് അടുത്ത വീഡിയോ റെക്കോർഡായി വരിക. അങ്ങനെ സെയിം 32 GB കാർഡിൽ ഒരു 15 വീഡിയോ കയറി കഴിഞ്ഞാൽ 16ാമത്തെ വീഡിയോയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ ആ 16ാമത്തെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ വീഡിയോനെ ഡിലീറ്റ് ചെയ്ത് അവിടെ വന്നോളും. വളരെ സിമ്പിളാണ് ഈ പരിപാടി. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എസ്പെഷ്യലി ഇത് ആർക്കാണ് അത്യാവശ്യം ചെയ്യാൻ? നിങ്ങൾ ലോൺലി ആയിട്ട് ഡ്രൈവ് പോണവരാണ്, ഒറ്റയ്ക്ക് ഡ്രൈവ് പോണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ന്യായമാണെന്ന് പറയാനായിട്ട് ആരും ഉണ്ടാവാത്തപ്പോൾ നമ്മളെ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ളൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഈ ഡാഷ് ക്യാം ഫുട്ടേജ് ഉപയോഗിക്കാം. 1. 2, നിങ്ങളുടെ കാറ് നിങ്ങളുടെ വൈഫോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇടയ്ക്ക് എടുക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് ഫോൾട്ട് ആവണമെന്നില്ല, വേറെ ആരെങ്കിലും വന്ന് കയറിയതോ മുന്നിൽ പെട്ടെന്ന് സഡൻ ചവിട്ടിയതോ വട്ടം ചാടിയതോ ഒക്കെ ആവാം. അവർക്ക് നിങ്ങളുടെ മുമ്പിൽ അവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇതിന് എക്സ്ട്രാ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. വാങ്ങുമ്പോഴത്തെ ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. ദെൻ സർവോപരി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ, ഇത്തിരി സീവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ വന്നു, ഒരു കോർട്ടിൽ പോകേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ 100% ആയിട്ട് വാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൂഫാണ് ഈ ഡാഷ് ക്യാം ഫുട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് പ്രോക്കസ് ഐറിസ് എന്ന് പറയുന്ന ഡാഷ് ക്യാം. ഇത് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇത് ഞാൻ കമ്പൽ ചെയ്യണമില്ല. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഓപ്പറേഷൻ എനിക്ക് ബേസിക്കലി വളരെ സിമ്പിളായിട്ട് തോന്നി. പ്രോക്കസ് ഐറിസ് ഡാഷ് ക്യാം 1. 2, ആമസോണിൽ ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഇതിനിപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരു 32 GB കാർഡ്, കാരണം ഇതിലിപ്പോൾ സാധാരണ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നിയർലി 1 GB അടുത്ത് വരും. അപ്പോൾ ഒരു 32 GB കാർഡൊക്കെ നമുക്ക് ആവശ്യമാണ്, നല്ലതാണ്. അപ്പോൾ ആ ഒരു 32 GB കാർഡും കൂടി വാങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം 3000 രൂപയുടെ ഉള്ളിൽ നിൽക്കും. പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്തത് ഈ ഒരു മിനി USB കേബിൾ എന്ന് പറഞ്ഞ കേബിള് കുറച്ച് ലെങ്ത് കൂടുതൽ വാങ്ങി. ഇതിനേക്കാൾ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ലെങ്ത് കുറവായിരുന്നു ക്യാമറ വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ ഡിഫോൾട്ട് ആയിട്ടുള്ള കേബിള്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ബെറ്റർ ബി സേഫ് ദാൻ സോറി എന്നോ അതല്ലെങ്കിൽ എക്സ്പെക്ട് ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നോ പറയുന്ന കണ്ടീഷൻസിന് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒപ്പം ഒരു ആള് ഇരുന്ന് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് റെക്കോർഡ് ചെയ്യണത് പോലെയോ അതിനേക്കാളോ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ആക്സിഡൻറ്റോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തല്ല ഫോൾട്ട് എന്ന് തെളിയിക്കാനായിട്ട് ഇൻഷുറൻസിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. 1. 2, ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് എന്തെങ്കിലും ഇപ്പോൾ കഷ്ടകാലം നമുക്ക് ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് ഇന്ന സമയത്ത് ഇന്നതാണ് ചെയ്തിരുന്നതെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. 2, 3, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വണ്ടി കൊണ്ടുപോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു എക്സ്ട്രാ സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. 3000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുള്ളൂ. ബാക്കി ഏതാ ലൈവിലോ കാര്യങ്ങളോ നിങ്ങൾ വാങ്ങുന്നത് പോലെ അതിനേക്കാൾ എംഫസിസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഈ ക്യാമറയുടെ പേര് പ്രോക്കസ് ഐറിസ് എന്നാണ്. ആമസോണിലുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് തന്നെ വാങ്ങണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.